ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? എളുപ്പമാണ് കേട്ടോ. അതിനായിട്ട് നമ്മളിന്നിപ്പോൾ ഓട്സിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു 1.5 കപ്പോളം ഓട്സ് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്ത് പൊടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഓട്സ് മുഴുവനായിട്ടും പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 റോബസ്റ്റ പഴം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം വിസ്ക് വെച്ചാൽ കുടയ്ക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും പിന്നെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, ചെറിയ ചങ്ക്സ് അതിൽ കിടക്കട്ടെ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലായ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് വിസ്ക് വെച്ച് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കുറച്ചുകൂടെ കളറും ഉണ്ടാവും, കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കേർഡ് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 തവണയായിട്ട് ചേർത്ത് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണേ. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ. ഞാനിപ്പോൾ ഓട്സ് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടി കിടക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതാ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ലോഫ് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഉള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മാസത്തോടു കൂടി തന്നെ അതിൻ്റെ കാലാവധി കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർക്കണമല്ലോ എങ്ങനെയെങ്കിലും. നിറയെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് 30 മിനിറ്റ് ആയപ്പോഴേക്കും സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ അല്ലേ. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണേ. പിന്നെ ഒരു വളരെ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമാവുകയാണേ. 2023 ആണ് ഞാൻ ചാനൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്നേക്ക് 2 വർഷമാവുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ ഇന്നൊരു മധുരമാകാമെന്ന് കരുതി. എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.